ലോക ഫുട്ബോൾ കാത്തിരിക്കുന്ന ആ മഹാപോരാട്ടത്തിന് ഒടുവിൽ സമയമായി. ലോകകപ്പിന്റെ സെമി ഫൈനലിൽ ഇന്ന് ഫ്രാൻസും സ്പെയിനും നേർക്കുനേർ ഏറ്റുമുട്ടുന്നു. ഒരു വശത്ത് എംബാപ്പയുടെ നേതൃത്വത്തിൽ എതിരാളികളെ തരിപ്പണമാക്കുന്ന ലോകത്തിലെ ഏറ്റവും മികച്ച ആക്രമണ നിര, മറുവശത്ത് ഒരൊറ്റ ഗോൾ മാത്രം വഴങ്ങി ചരിത്രം കുറിക്കുന്ന സ്പാനിഷ് ഉരുക്കുകോട്ട. ഇന്ന് ആര് വീഴും ആര് വാഴും? ഫുട്ബോൾ ലോകത്തെ ഈ വമ്പൻ പോരാട്ടത്തിന്റെ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ലോക ഫുട്ബോളിലെ ഏറ്റവും മികച്ച ആക്രമണ നിരയും പ്രതിരോധ നിരയും നേർക്കുനേരെത്തുമ്പോൾ ആര് ജയിക്കുമെന്നാണ് കണ്ടറിയേണ്ടത്. നിലവിലെ റണ്ണറപ്പുകളായ ഫ്രാൻസിന് മുൻതൂക്കം കൽപ്പിക്കുമ്പോഴും നിലവിലെ യൂറോ കപ്പ് ചാമ്പ്യന്മാരായ സ്പെയിൻ നിസാരക്കാരല്ല. നാഷൻസ് ലീഗിൽ 5 ഗോളുകൾ ഫ്രഞ്ച് പോസ്റ്റിലെത്തിച്ച് ജയിച്ച സ്പെയിന്റെ പ്രഹരത്തെ അത്ര വേഗം ദ്വിതീയ ദശാംശം ശിഷ്യന്മാരും മറക്കാൻ സാധ്യതയില്ല. എന്നാൽ 16 ഗോളുകൾ 6 മത്സരത്തിന് അടിച്ചുകൂട്ടിയ എംബാപ്പയും സംഘവും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് സ്പെയിനെതിരെ ബൂട്ടണിയുന്നത്. എന്നാൽ ഇതുവരെ ഗോളടിച്ചു കൂട്ടിയതുപോലെ സ്പെയിനെതിരെ ഫ്രാൻസിന് സാധിക്കുമെന്ന് കരുതാനാവില്ല. പന്തടക്കത്തിലും പ്രതിരോധത്തിലും സ്പാനിഷ് നിര പുലർത്തുന്ന അച്ചടക്കത്തെ മറികടക്കാൻ അത്ര എളുപ്പത്തിൽ ഫ്രാൻസിന് സാധിക്കില്ല. ശരാശരി 598 പാസുകളാണ് ഈ ലോകകപ്പിൽ സ്പെയിൻ ഒരു മത്സരത്തിൽ നടത്തുന്നത്. എതിരാളികൾക്കാൾ 66% പന്തടക്കത്തിൽ മുന്നിട്ട് നിൽക്കുന്ന തരത്തിലാണ് സ്പെയിൻ തന്ത്രം മെനയുന്നത്. 7 ഷോട്ടുകൾ മാത്രമാണ് ഈ ലോകകപ്പിൽ സ്പെയിനിന്റെ പോസ്റ്റിലേക്ക് എതിരാളികൾക്ക് കൊടുക്കാൻ സാധിച്ചത്. ഇതിൽ നിന്ന് തന്നെ സ്പാനിഷ് പ്രതിരോധം എത്രത്തോളം കരുത്തുറ്റതാണെന്ന് വ്യക്തമാകും. 1966 ലോകകപ്പിന് ശേഷം ഏറ്റവും കുറവ് ടാർഗറ്റ് ഷോട്ടുകൾ വഴങ്ങുന്ന ടീമായാണ് സ്പാനിഷ് കുതിപ്പ്. പ്രതിരോധത്തിൽ ഐമറിക് ലപ്പോർട്ടയുടെ മികവ് എടുത്തു പറയണം. 11 തവണയാണ് ലപ്പോർട്ടെ എതിരാളികളുടെ മുന്നേറ്റത്തെ തകർത്തത്. സ്പാനിഷ് ഗോളി ഉനായ് സിമോണിന്റെ മുഖവും ഫ്രാൻസിന് വെല്ലുവിളിയാണ്. ഒരു ഗോൾ മാത്രം വഴങ്ങിയാണ് സ്പെയിൻ ഫ്രാൻസിനെ നേരിടാനെത്തുന്നത്. സിമോണിന് വലിയ വെല്ലുവിളി ഉയർത്തും മുമ്പ് തന്നെ സ്പാനിഷ് പ്രതിരോധം എതിർ മുന്നേറ്റത്തെ തടുക്കുന്നുണ്ടെന്നാണ് വസ്തുത. സ്പാനിഷ് മധ്യനിരയിലെ റോഡ്രിയുടെ വെല്ലുവിളി ഫ്രാൻസിന് മുന്നിൽ വലിയ ചോദ്യമുയർത്തും. 18 ടാക്കിളുകൾ ഇതിനോടൊപ്പം നടത്താൻ റോഡ്രിക്ക് സാധിച്ചിട്ടുണ്ട്. 32 തവണ പൊസിഷൻ നേടിയെടുക്കാൻ റോഡ്രിക്കായി. മൈതാനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന റോഡ്രി ഇഫക്റ്റ് മറികടക്കാൻ ഫ്രഞ്ച് മുന്നേറ്റം നന്നായി വിയർക്കുമെന്നുറപ്പാണ്. എന്നാൽ ഫ്രാൻസിന്റെ മുന്നേറ്റം ഇതുവരെ സ്പെയിൻ കണ്ടതുപോലെയാകില്ല. എംബാപ്പെ 8 ഗോളുകളോടെയും ഉസ്മാൻ ഡെമ്പലെ 5 ഗോളുകളോടെയും മിന്നും ഫോമിലാണുള്ളത്. പതിവ് പന്തടക്കത്തോടെ ആധിപത്യം നടത്തുന്ന ശൈലി ഫ്രാൻസിന് നടക്കില്ലെന്ന് ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ സ്പാനിഷ് പരിശീലകനായ ലൂസ് ഡെ ലാവുവിന്റെ കരുതി വച്ചിരിക്കുന്ന പ്ലാൻ ബി എന്താവുമെന്നാണ് അറിയേണ്ടത്. ഫ്രഞ്ച് പരിശീലകനായ ദിദിയർ ദശാംസിന് ധൈര്യം നൽകുന്നത് ബെഞ്ച് കരുത്ത് തന്നെയാണ്. ഏത് സമയത്തും എന്ത് മാറ്റവും വരുത്താവുന്ന തരത്തിൽ ശക്തമായ ബെഞ്ച് കരുത്ത് ഫ്രാൻസിന് ആത്മവിശ്വാസം ഉയർത്തും. ഈ ലോകകപ്പിൽ 47 ടാർഗറ്റ് ഷോട്ടുകൾ കളിച്ച ടീമാണ് ഫ്രാൻസ്. ഒരു മത്സരത്തിൽ കുറഞ്ഞത് 7 ടാർഗറ്റ് ഷോട്ടെങ്കിലും ഫ്രാൻസിന് കളിക്കാൻ സാധിക്കുന്നതാണ് ടീമിന്റെ ആക്രമണ നിര എത്രത്തോളം ശക്തമാണെന്ന് വ്യക്തമാക്കുന്നതാണ്. എംബാപ്പെ ഡെമ്പലെ കൂട്ടുകെട്ടിനെ ഒരുമിച്ച് പൂട്ടാൻ സ്പെയിനിന് സാധിക്കേണ്ടതുണ്ട്. എംബാപ്പെ 16 ഗോളവസരങ്ങളാണ് ഇത്തവണ സൃഷ്ടിച്ചത്. എംബാപ്പെ ഡെമ്പലെ കൂട്ടുകെട്ടിൽ നിന്ന് 19 ഗോളവസരങ്ങളും സൃഷ്ടിക്കപ്പെട്ടു. വിങ്ങുകളിലൂടെയുള്ള എംബാപ്പയുടെ അതിവേഗ കുതിപ്പിനെ പൂട്ടാൻ അത്രത്തോളം വേഗത്തിൽ ഓടിക്കളിക്കേണ്ടതുണ്ട്. മൈക്കൽ ഒലീസി എന്ന വിങ്ങർ ഫ്രാൻസിന്റെ നിശബ്ദ പോരാളിയാണ്. എംബാപ്പയെയും ഡെമ്പലെയും പൂട്ടി സ്പാനിഷ് തന്ത്രം വന്നാൽ ഒലീസയിലൂടെ കളിമേനയാവും ദശാംശെ പ്രതിയിടുക. 5 അസിസ്റ്റുകളുമായി ഒലീസെ കളത്തിൽ നിറയുമ്പോൾ സ്പാനിഷ് നിരക്ക് കാര്യങ്ങൾ എളുപ്പമാവില്ലെന്ന് നിസ്സംശയം പറയാം. കണക്കുകളിൽ ഫ്രാൻസിന് നേരിയ മുൻതൂക്കം തോന്നാമെങ്കിലും മൈതാനത്ത് സ്പെയിൻ പുലർത്തുന്ന അച്ചടക്കം അവരെ അതീവ അപകടകാരികളാക്കുന്നുണ്ട്. വിങ്ങുകളിലെ വേഗതയും മധ്യനിരയിലെ കൺട്രോളും തമ്മിലുള്ള ഒരു ക്ലാസിക് പോരാട്ടത്തിനാണ് ഇന്ന് ഫുട്ബോൾ ലോകം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. ജയം ആർക്കാവുന്നത് കാത്തിരുന്ന് കാണാം.